നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനിടുന്ന വീഡിയോ ഗുരുവായൂരിൽ വെച്ചുണ്ടായ ഒരു സത്സംഗമാണ് കേട്ടോ. ഇതൊരു ഭക്തി നിർഭരമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു. ഗുരുവായൂർ കിഴക്കേ നടയിൽ കുടുംബശ്രീ ഹാളിലായിരുന്നു ഞങ്ങളുടെ ഈ സമ്മേളനം. ഈ സമ്മേളനത്തെക്കുറിച്ച് കാര്യമായിട്ട് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്കത് നേരിട്ട് കാണാം കേട്ടോ. മിക്കവാറും എല്ലാ അംഗങ്ങളും അതിൽ ഭാഗഭാക്കായിരുന്നു കേട്ടോ. നോക്കൂ, മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഭക്തി നിർഭരമായിട്ടുള്ള ഈ ചടങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് പ്രാർത്ഥന. അനവദ്യ സുന്ദര സാനന്ദമൂർത്തി അപരിമേയം തവ കൃപ ഞങ്ങൾക്കേകിട്ടവിടുത്തെ ആശിസിംഗതുലം പരമേശ ചൊരിയേണേ വരഗുണ ചിന്മയമൂർത്തേ ശരണം തവ ചരണങ്ങൾ പരിപാവന രൂപ അറിവിൻ പൊരുളഴകെ ശുഭഗതിയെ ബലഗുണമേ അനിതര സുഖരൂപ പരമേശ്വര പാഹി പരമാത്മൻ പരിചോടായി പരമേകീടേണേ പ്രണമിക്കുന്നെന്നും തവ പാദമതുലം പ്രണമിക്കുന്നെന്നും തവ പാദമതുലം. പ്രിയപ്പെട്ട നന്ദനം രാധേയം വൈപ്പിൽ കുടുംബാംഗങ്ങളെ, നമ്മൾ എല്ലാ വർഷവും മെയ് മാസത്തിൽ നടത്തി വരാറുള്ള സത്സംഗം 23/5/2026 ഇന്നിവിടെ നടക്കുകയാണ്. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നിങ്ങളാണ് നമ്മുടെ ശക്തി. വളരെ ഭക്തിയോടെയും ചിട്ടയോടെയും അഡ്മിൻ പാനലിന്റെ നിർദ്ദേശപ്രകാരം ഗ്രൂപ്പിൽ നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായി പാലിക്കുന്ന നിങ്ങൾ തന്നെയാണ് നന്ദനത്തിന്റെ നാഡീഞരമ്പുകൾ. എല്ലാവർക്കും നമ്മുടെ ഈ സത്സംഗത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ മുഖ്യ അതിഥി പൂജ്യ കൃഷ്ണാനന്ദ സരസ്വതി സ്വാമികളാണ്. അദ്ദേഹത്തെ പറ്റി 2 വാക്ക്. അതിനു മുമ്പ് സ്വാഗതം പറയുന്നതിനായിട്ട് നമ്മുടെ സെക്രട്ടറി സജീവ് ജിയെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ കൃഷ്ണാർപ്പണത്തിൻ്റെ 7ാം അധ്യായം ഇന്നിവിടെ തുടങ്ങാൻ പോവുകയാണ്. നമുക്കധികം സമയമില്ല. എന്തായാലും ഇവിടെ അധ്യക്ഷനായി എത്തിയിരിക്കുന്ന നമ്മുടെ ജയറാമേട്ടൻ നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം തന്നെ പറയാം ചെയ്യാനെത്തിയിട്ടുള്ള സ്വാമി കൃഷ്ണാനന്ദ സരസ്വതിജി, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ആദ്യമായി സ്വാഗതം പറയുകയാണ്. എന്തായാലും പരിപാടികളൊക്കെ വളരെ നന്നായി മുന്നോട്ട് പോകട്ടെ. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ മുഖ്യ അതിഥി പൂജ്യ കൃഷ്ണാനന്ദ സരസ്വതി സ്വാമികളാണ്. അദ്ദേഹത്തെ പറ്റി 2 വാക്ക്. ജനനം കൊട്ടാരക്കര പെരിങ്ങളം പ്രാഥമിക വിദ്യാഭ്യാസം കൊളക്കട ഗവൺമെന്റ് ഹൈസ്കൂൾ, പിന്നീട് സംസ്കൃത പഠനത്തിൽ വിജയം കരസ്ഥമാക്കി. ശേഷം മലയാള ഭാഗവത പാരായണത്തിലേക്ക് എത്തിച്ചേർന്നു. ഗുരുക്കന്മാരുടെ അനുഗ്രഹവും മഹാത്മാക്കളുമായുള്ള സമ്പർക്കവും സംസ്കൃത പാണ്ഡിത്യവും ഭാഗവതം മൂലം പാരായണത്തിലേക്ക് ശ്രദ്ധയായി. തുടർന്ന് നാരായണീയം, ഗണേശ പുരാണം, ശിവപുരാണം തുടങ്ങിയ മഹത് ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്ത് സജ്ജനങ്ങളിലേക്ക് എത്തിക്കുന്നു. തുടർന്ന് പാലക്കാട് ശിവാനന്ദ ആശ്രമത്തിൽ നിത്യാനന്ദ സ്വാമിയുടെ നിർദ്ദേശപ്രകാരം തൃശൂർ ജില്ലയിലെ വിവേകാനന്ദ ആശ്രമത്തിൽ വെച്ച് പുരുഷോത്തമാനന്ദ സ്വാമിയിൽ നിന്നും സന്യാസം സ്വീകരിച്ചു. അനേകം നാരായണീയ പാരായണം 100 മുതൽ 100-ൽ കൂടുതൽ ആചാര്യന്മാരും ഉണ്ട്. അദ്ദേഹം പ്രത്യേകം പറഞ്ഞിരുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള നമ്മുടെ ശ്യാമളജി, അദ്ദേഹത്തിന്റെ കീഴിൽ പാരായണം പഠിച്ച ആളാണ്. നമ്മുടെ ശ്യാമളജി ഒരുപാട് അദ്ദേഹത്തിന്റെ കൂടെ പാരായണത്തിന് പോകുന്നുണ്ടെന്നും അദ്ദേഹം പ്രത്യേകം നമ്മളെ ഓർമ്മിപ്പിച്ചിരുന്നു. ഭാഗവത പാരായണത്തിന് പ്രാപ്തരാക്കി. 18 പുരാണങ്ങളിൽ 81,100 ശ്ലോകങ്ങളുള്ള സ്കന്ദ പുരാണം, അരിയന്നൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, ചുണ്ടൽ ശിവ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ 41 ദിവസം കൊണ്ട് പാരായണം ചെയ്തു. ഇപ്പോൾ
എഴുവള്ളി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിനടുത്ത് താമസിക്കുന്നു. ശ്രീ കൃഷ്ണാനന്ദ സരസ്വതി സ്വാമികളെ നമ്മുടെ ഈ സത്സംഗം പരിപാടിയിലേക്ക് ഭക്തിപൂർവവും ഹൃദയപൂർവവും സ്വാഗതം ചെയ്യും. അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് ജയറാമേട്ടനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. തമദ്ഭുതം ബാലകമംബുജക്ഷണം ചതുർഭുജം ശംഖഗദായുധം ശ്രീവത്സലക്ഷ്മണഗണശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രവയോധസൗഭകം മഹാർഹവൈഡൂര്യകിരീടകുണ്ടലദ്വിഷാ പരിക്ഷപ്ത സഹസ്രകുന്തളം ഉദ്ധാമകാഞ്ജംഗതകങ്കണാദിഭിർ വിലോചമാനം വസുദേവ ഐക്ഷത. ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 8ാമത്തെ ശ്ലോകത്തിലാണ് ഭഗവാൻ അവതരിക്കുന്നതായിട്ട് വർണ്ണിച്ചിട്ടുള്ളത്. അവതരിച്ച ഭഗവാനെ വസുദേവരാണ് ആദ്യം കാണുന്നത്. ദേവകി മയക്കത്തിലാണ്. വസുദേവരാണ് ആദ്യം കാണുന്നത്. ആ വസുദേവര് ഇങ്ങനൊരു രൂപോ എൻ്റെ മകന് അല്ലെങ്കിൽ അവതരിച്ച ആൾക്ക് എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുകയാണ്. തമദ്ഭുതം ബാലകം, കുട്ടിയാണ്. അംബുജേക്ഷണം, 4 കൈയുള്ള കുട്ടിയാണ്. ചതുർഭുജം, 4 കൈയുള്ള കുട്ടിയാണ് ഞാൻ കാണുന്നത്. ശംഖഗദായുധം, അതിൽ ശംഖ് ചക്രം ഗതയൊക്കെ ഉണ്ടേനി. ശ്രീവത്സം ഉണ്ട്. ഈ ശ്രീവത്സം എങ്ങനെയാ വന്നതെന്ന് അറിയില്ലേ? ഭൃഗു മഹർഷി ചവിട്ടിയതാണ്, നെഞ്ഞത്ത് ചവിട്ടിയതാണ്. ത്രിമൂർത്തികളില് ആർക്കാണ് ക്ഷമ കൂടുതല് എന്നറിയാൻ വേണ്ടിയിട്ട് ഓരോ ദേവന്മാരുടെ അടുത്തും ത്രിമൂർത്തികളുടെ അടുത്തും പോയി അവസാനം ഭൃഗു മഹർഷി വൈകുണ്ഠത്തിൽ അപ്പോ ഭൃഗു മഹർഷിനെ കണ്ടിട്ട് ഇദ്ദേഹം എണീറ്റില്ല. അദ്ദേഹം ധ്യാനത്തിലായിരുന്നു. ഭൃഗു മഹർഷി ചവിട്ടി. അപ്പൊ ഭൃഗു മഹർഷിയോട് ചോദിച്ചത് അയ്യോ എന്റെ ഈ പരിപരുത്ത നെഞ്ഞത്ത് ചവിട്ടിയിട്ട് അങ്ങടെ കാല് വേദനിച്ചോ എന്നാണ് ചോദിച്ചത്. ആ ഭൃഗു മഹർഷി ചവിട്ടിയ പാട് ശ്രീവത്സം ഭഗവാന്റെ ഒരു അലങ്കാരമായിട്ട് ഭഗവാൻ കൊണ്ടു നടക്കുകയാണ്. അപ്പൊ അത്രയും ഭക്തന്മാരോട് ഭഗവാൻ താഴ്ന്ന് എന്ത് വേണം, നിങ്ങൾക്ക് എന്ത് വേണമെന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മളെ നയിക്കാനൊരു കടിഞ്ഞാണ് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്. നമ്മളോട് ഇങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ അങ്ങോട്ട് ചാടും, അങ്ങോട്ട് ചാടാൻ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ എങ്ങോട്ട് ചാടണം എന്നുള്ളത്. അപ്പോ ഇതൊക്കെ കണ്ട് വസുദേവര് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ഈ അത്ഭുതപ്പെട്ട് നിൽക്കുന്ന വസുദേവര് കാണുന്ന ഇതിന്റെ പിന്നിൽ നിന്ന്, വസുദേവരുടെ പിന്നിൽ നിന്ന് ഭഗവാനെ ഞങ്ങൾക്കും ഒന്ന് അത് അങ്ങനെ നേരിൽ കാണിച്ചു തരണേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്തത് ദീപ പ്രോജ്വലനം. ചേച്ചി ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ശുഭാംഗം ശ്രീകാന്തം കമലനയനം യോഗികൃത്യാനഗമ്യം വന്ദേ വിഷ്ണും സർവലോകൈകനാഥം
ശംഖചക്രം സകിരീടകുണ്ടലം സ്ഥവീരവസ്ത്രം സഹസ്രശീർഷണം സകാരവക്ഷസ്ഥലെ ശോഭികൗസ്തുഭം നമാമി വിഷ്ണും ശിരസാ ചതുർഭുജം ഛായായാം പാരിജാതസ്യ ഹേമസിംഹാസനോപരി ആസീനമംബുദശ്യാമം ആയതാക്ഷമലംകൃതം ചന്ദ്രാനനം ചതുർവിവത്സാങ്കിതപക്ഷസം രുഗ്വാമാഭ്യാം സകിതം കൃഷ്ണമാശ്രയേയ ഗോവിന്ദായ നമോ കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഗുരുവായൂരപ്പ. ഭഗവാൻ എല്ലാ ഇന്ദ്രിയങ്ങളും സമർപ്പിക്കണം. ജയ ഗണേശ ജയ ഗണേശ ജയ ഗണേശ ഭാഗിമം ശ്രീ ഗണേശ ശ്രീ ഗണേശ ശ്രീ ഗണേശ രക്ഷമാം. ഗണേശ ജയ ഗണേശ ജയ ഗണേശ പാഹി മാം ശ്രീ ഗണേശ ശ്രീ ഗണേശ ശ്രീ ഗണേശ രക്ഷമാം. ജയ ഗണേശ ജയ ഗണേശ ജയ ഗണേശ ഭാഗിമം ശ്രീ ഗണേശ ശ്രീ ഗണേശ ശ്രീ ഗണേശ രക്ഷമാം. ജയ ഗണേശ ജയ ഗണേശ ജയ ഗണേശ പാഹി മാം ശ്രീ ഗണേശ ശ്രീ ഗണേശ ശ്രീ ഗണേശ രക്ഷമാം. പറയട്ടെ, എനിക്ക് തന്ന സമയം അരമണിക്കൂറാണ്. ഞാൻ 5 മണിക്കൂർ ഒരുമിച്ചിരുന്ന് പ്രഭാഷണം നടത്തുന്ന ആളാണ്. എനിക്ക് സമയം പോരാ. ഞാൻ അരമണിക്കൂർ കൊണ്ട് ഞാൻ എല്ലാവരെയും സ്തുതിച്ചുകൊണ്ടും തുടങ്ങുമല്ലൊക്കെ അറിയുന്നു. സ്തുതിക്കാതെ ഒരു ദേവീദേവന്മാരെ എല്ലാ ദേവീദേവന്മാരെയും സ്തുതിച്ചുകൊണ്ടായിരിക്കും ഞാൻ എന്ത് പരിപാടിയും നടത്തുന്നത്. ഞാൻ ജയറാമിനെ വിളിച്ച് അരമണിക്കൂർ കൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല, മുഖം കാണുന്നത്. അപ്പോൾ ജയറാമേട്ടൻ ഞാനായിട്ട് വർഷങ്ങളോട് പരിചയമുണ്ട്. നാരായണായ നമ എന്നുള്ള മന്ത്രപദം ആരെങ്കിലും ജപതു ചേരും, തീരാത്ത സംസ്കൃതി വിഷം തീരുമെന്നറിയാം. മാലോകരെ ജപത ഓർത്തോരു സൂക്തി മണി പോലുള്ള ഭാഗവതം. എന്താ പറഞ്ഞ ഭാഗവതം വായിക്കുന്നൊരു കൈപൊക്കി, വീട്ടിൽ വായിക്കുന്നൊരു കൈപൊക്കി, നാരായണീയം വായിക്കുന്നൊരു കൈപൊക്കി. 2 ചോദ്യം ചോദിക്കുന്ന ഉത്തരം നിങ്ങൾ പറയണം. ഒന്ന്, ഭാഗവതം എന്ന വാക്കിന്റെ അർത്ഥം. അത് പഠിച്ചിട്ട് വേണം ഭാഗവതം വായിക്കാൻ. അദ്ദേഹം ഭഗവാൻ ജനിച്ചതിൻ്റെ ഒരു ശ്ലോകം ചൊല്ലി, തമ അത്ഭുത ബാലകം അമ്പുജക്ഷണം. അത്ഭുത ബാലകന്റെ ചരിത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ബാക്കി എല്ലാ മക്കളും സാധാരണ 2 കാലും 2 കൈയും ആയിട്ട് ജനിച്ചത്. ഇവിടെ 8ാമത്തത് അത്ഭുത ബാലകനായിട്ടാണ്. അത്ഭുത ബാലകനാകുമ്പോൾ 4 കൈയുണ്ട്. 4 കൈയിലും 4 സാധനങ്ങളാണ്. ഏതൊക്കെ? ശങ്കര നാദബ്രഹ്മമാണ്. അതിന്റെ തത്വം മനസ്സിലാക്കി. ആ നാദബ്രഹ്മത്തിൽ കൂടി കർമ്മം ചെയ്യിക്കാൻ, നമ്മൾ 4 മണ്ഡലങ്ങളിൽ കർമ്മം ചെയ്യിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. അതാണ് വിഷ്ണുവിന്റെ തത്വം. അതൊക്കെ പഠിക്കാൻ സമയം ഒരുപാട് വേണ്ടി വരും. എനിക്ക് അരമണിക്കൂർ കൊണ്ട് ഞാൻ പറയാവുന്നത് ഒരു ചെറിയൊരു കിൻഡ് തരാൻ മാത്രമേ ഉള്ളൂ. അതായത് എത്ര പറഞ്ഞാലും തീരാത്ത വിഷയങ്ങൾ നമ്മുടെ പുരാണം. ഞാൻ 2 കാര്യം ചോദിച്ചുകൊണ്ട്, എന്താ ഭാഗവതം? ഭാഗവതത്തിന് ഏതൊക്കെ അക്ഷരങ്ങളുണ്ട്? ആദ്യത്തെ അക്ഷരം ഭാഗവതം പഠിച്ചാൽ ഭക്തി ലഭിക്കും. പടന്തോ നാമാനി പ്രമദ പരസിന്ധോതം. എല്ലാം പഠിക്കണം. വായിക്കുന്ന ഒരു വാക്കേ പറയാൻ പാടില്ല. ഭാഗവതം പഠിക്കുന്നു, നാരായണീയം പഠിക്കുന്നു. പഠനമാണ്. ഇതിന് പൂർണ്ണത ആർക്കും കിട്ടിയിട്ടില്ല. ഇങ്ങനെ ആർക്കെങ്കിലും പൂർണ്ണത കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവനെ പോലെ ബ്രാഹ്മണൻ വേറെ ആരുമില്ല. ഇതിലൊന്നും പൂർണ്ണത ആർക്കില്ല. വ്യാസൻ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് നോക്കി പ്രവർത്തിച്ചോണം ഭാഗവതം. അപ്പൊ ഭാഗവതം പഠിച്ചെഴുതിയിട്ടും ഭക്തി ലഭിക്കും. ഒന്നും കൂടി അഹങ്കാരം. ഇരിക്കുന്ന ആർക്കെങ്കിലും അഹങ്കാരം ഇല്ലാത്തതുണ്ട്. അഹങ്കാരം ഇല്ലാത്ത ദൈവക്ക് ദൈവത്തിന് അഹങ്കാരം ഇല്ലേ? വാചാര്യ പറഞ്ഞു. വാചാര്യ എന്റെ സ്വന്തം എന്റെ ഭാര്യയുടെ കാര്യം എന്റെ എന്ന് പറയാൻ നമുക്ക് അധികാരമില്ല. നിങ്ങൾക്ക് ഇവിടുന്ന് പോകുമ്പോൾ കൈ മലത്തിയിട്ട് പോകണം.
ഒന്നും ഇവിടെ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഇവിടെ ഉള്ളതെല്ലാം ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പൊ എൻ്റെ ഒരിക്കലും പറയരുത്. അപ്പൊ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ആരാണ്? ഭഗവാന്റെ. നിങ്ങൾ ഭഗവാന്റേതാണ്. ഈ ലോകത്തെ അതാണ് ശ്രീമദ് ഭാഗവത്തിലെ 12ാമത്തെ അധ്യായത്തിലെ 3ാമത്തെ അധ്യായത്തിന്റെ പേരെന്താണെന്നറിയോ? ഭൂമി ഗീത എന്ന്. ആ ഭൂമി ഗീതയിൽ പ്രതിപാദിക്കുന്നു, ഞാൻ എന്നും പറഞ്ഞ് ഇങ്ങേ തലയ്ക്കുന്ന വേലി കിട്ടി അങ്ങേ തലയ്ക്ക് എത്തുമ്പോഴത്തേക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നും വരിക്കും. അവന് എന്ത് സ്വത്ത് കൊണ്ടേ വീട് കൊണ്ടുപോയി എത്ര സ്വർണം കൊണ്ടുപോയി ആ കഴുത്തിലിരിക്കുന്ന സ്വർണ്ണം എത്ര കൊണ്ടുപോയി നിങ്ങൾ ഇവിടുന്ന് പോയാൽ. അപ്പം എൻ്റെന്ന് വാക്ക് പറയുന്നവരാരാണോ അവർ അഹങ്കാരികളാണ്. ഈ അഹങ്കാരത്തെ മാറ്റാം ഭാഗവതം പഠിച്ച്. അതാണ് അടുത്തതേതാ? വേദം. വേദം എന്ന് വെച്ച വാക്കിന്റെ അർത്ഥം അത്. ഭാഗവതം പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു മനുഷ്യനായി തീരാനുള്ള ഒരു ഗൈഡാണ് ഭാഗവതവും. നമ്മുടെ പുരാണങ്ങളൊക്കെ യഥാർത്ഥ മനുഷ്യനെ വാർത്തെടുക്കുന്ന ഗൈഡ്. അത് അതുപോലെ പഠിക്കുക. സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി ഭാഗവതത്തെ ഉപയോഗിക്കുക. അത് അതുപോലെ പഠിക്കണം. ഒരു യഥാർത്ഥ പുരുഷനെ, ഒരു മനുഷ്യനെ. ശ്രീമദ് ഭാഗവത്തിലെ മഹാത്മ്യത്തിലെ 3ാമത്തെ അധ്യായത്തിൽ 48ാമത്തെ ശ്ലോകമുണ്ട്. ആ ജന്മ മാത്രമേ ഷടേന കിഞ്ചിൽ ചിത്തം വികായ ശുഖശാസ്ത്ര കഥാനീത. ഒരു മനുഷ്യജന്മം കിട്ടിയാൽ ഏതെങ്കിലും ഒരു പുരാണം അത് പഠിച്ചതിന്റെ തത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവര് അല്ലാത്തവരാരാണെങ്കിലും അടുത്ത ശ്ലോകം 43ാമത്തെ ശ്ലോകം പറയുന്നു, തിക്തം നരം പശുസമം, മൃഗത്തിന് തുല്യമായി തീരുന്ന. അങ്ങനെ പഠിക്കാത്ത ഒരു അമ്മയുടെ ഗർഭപാത്രം അമ്മയെ നശിപ്പിച്ച കൂട്ടത്താണ് വിദ്യാഭ്യാസം. ഞാൻ പറഞ്ഞില്ലേ, ശ്രീമദ് ഭാഗവതിലെ മഹാത്മ്യത്തിലെ 3ാമത്തെ അധ്യായത്തിൽ 42ാമത്തെ ശ്ലോകമാണ്. ആ ജന്മം മാത്രമേ ഞാൻ എഴുതി വെച്ച് ഈ വയസ്സ് ചെല്ലുമ്പോൾ മറവി രോഗം ഉണ്ടാവും അല്ലേ? അങ്ങനെ ഉണ്ടോന്നു. ഇതൊന്നും ഒരു സമയത്ത് എനിക്ക് ഇതൊന്നും എഴുതി വെക്കേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പൊ ഈ ശരീരത്തിന് തലമുടി നരച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിച്ചോണം ഇന്ദ്രിയങ്ങൾക്കൊക്കെ ബലം കുറയും, കണ്ണിന് കാഴ്ച കുറയും, ചെവിക്ക് കേൾവി കുറയും, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. ഇതെല്ലാം പ്രായമാവുന്നതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പം ഏറെക്കുറയ്ക്കും മറവി രോഗം. പക്ഷെ ഞാൻ എൻ്റെ 25ാമത്തെ വയസ്സിൽ സപ്താഹം നടത്തുമ്പോൾ പാരായണവും പൂജയും പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഇപ്പൊ അത് പറ്റില്ല. ഇപ്പൊ അതിനെന്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ ജന്മ മാത്രമേ ഷടേന കിഞ്ചിൽ ചിത്തം വികായ സുഖശാസ്ത്ര കഥാനപീത ചണ്ടാലവത്സകരവൽ. അപ്പൊ എന്തായാലും നല്ലൊരു മനുഷ്യനെ വാർത്തെടുക്കണമെങ്കിൽ, നല്ല യഥാർത്ഥ മനുഷ്യൻ, മൃഗത്തിനെ പോലെ ജീവിക്കാനല്ല നമുക്ക് മനുഷ്യൻ. മൃഗത്തിനെ പോലെ ജീവിക്കാൻ മൃഗവും മനുഷ്യൻ തമ്മിലുള്ള വ്യത്യാസം എന്താ? മനുഷ്യൻ ഭാഗവത്തിലെ സൃഷ്ടിയിൽ എത്രാമത്തെ സൃഷ്ടിയാണെന്നറിയാം? ഭാഗവതത്തിലെ സൃഷ്ടി, മനുഷ്യ സൃഷ്ടി എത്രാമത്തെ സൃഷ്ടിയാണ് അതും അറിയില്ല. 9ാമത്തെ സൃഷ്ടി. ഭാഗവത്ത് വെച്ച് നോക്കുമ്പോൾ സൃഷ്ടി പറയുമ്പോ 9ാമത്തെ സൃഷ്ടി. എന്താ മനുഷ്യ സൃഷ്ടിയുടെ പ്രത്യേകത? തലയ്ക്ക് കീഴെ അവയവമുള്ള വർഗം, മനനം ചെയ്യാൻ കഴിവുള്ള വർഗം, മനുവിന്റെ വംശത്തിൽ പിറന്ന വർഗം. മൃഗം എങ്ങനെ നടക്കുന്ന പാരലായിട്ട് ഭൂമിക്ക് പെർപെൻഡിക്കുലറായിട്ടാണ് മനുഷ്യൻ. അപ്പൊ മൃഗത്തിൽ നിന്നും മനുഷ്യരിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് മനുഷ്യജന്മം തിന്നത്. മനുഷ്യൻ 9ാമത്തെ സൃഷ്ടി വരാത്ത കാരണം കഴിക്കുന്ന ആഹാരം താഴോട്ട് പോകുന്ന വർഗം. ഇതാണ് ശ്രീമദ് ഭാഗവത്തിലെ സൃഷ്ടിയുടെ കാര്യം പറഞ്ഞപ്പോ മനുഷ്യ സൃഷ്ടി 9ാമത്തെ സൃഷ്ടിയാണ്. അപ്പൊ മനുഷ്യനായിട്ട് ജീവിക്കണോ മൃഗമായിട്ട് ജീവിക്കണോ? അപ്പൊ മനുഷ്യനായിട്ട് ജീവിക്കുന്നെങ്കിൽ മൃഗത്തിനെ കട്ടി കഷ്ടമായി ജീവിക്കുന്നത്. ഇപ്പൊ അങ്ങനെയാണോ? ആണോ മനുഷ്യൻ ചെയ്യുന്നത്? മൃഗത്തിനേക്കാൾ മൃഗത്തിന്റെ മക്കളെ സിംഹത്തിന്റെ കുഞ്ഞിനെ സിംഹം കടിച്ചു തിന്നുമോ? സിംഹം കടിച്ചു. എന്നാ മനുഷ്യൻ പ്രസവിച്ച കുഞ്ഞിനെ അമ്മ തന്നെ നശിപ്പിക്കുന്നില്ലേ? അച്ഛൻ നശിപ്പിക്കുന്നില്ലേ? സ്വന്തം മകളെ അച്ഛന്റെ മുമ്പിൽ നിൽക്കുമ്പോ അച്ഛനെ ഭയക്കുന്ന മക്കൾ ഇതിവിടെ നടക്കുന്നല്ലേ? അപ്പൊ മൃഗത്തിനേക്കാൾ കഷ്ടമായ ജീവിതമാണ് മനുഷ്യ ജീവിതം. അത് പോരാണ്. അങ്ങനെ ആ മനുഷ്യ ജീവിതം നേരായ മാർഗത്തിൽ കൂടി
വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പുരാണങ്ങൾ അതിൻ്റെ കഥയല്ലാതെ തത്വം മനസ്സിലാക്കി ജീവിക്കുക. ഇത് കഥയൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഭാഗവത്തിലെ ഒരു കഥയും നമുക്ക് ആവശ്യമില്ല, അതിന്റെ തത്വമാണ്. കഥയിൽ കൂടി ഒരു വലിയ കഷായം കഴിക്കുമ്പോൾ അതിനകത്ത് പഞ്ചസാര ചേർത്ത് മധുരം ചേർക്കുന്ന പോലെ കഷായം കഴിക്കാം കുഞ്ഞുങ്ങൾക്ക്. ഇതിൽ നമുക്ക് അതിന്റെ തത്വം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. രാമായണ കഥ പറയാൻ പറഞ്ഞിട്ടില്ല, രാമായണ തത്വം പറയാനാണ് മഹാദേവൻ പറയുന്നത്. അപ്പൊ ഭക്തി ഗർവേ വേദം തത്വം ഇതെല്ലാം കൂടെ ചേരുന്ന ഗുളികയാണ് നാരായണീയം. നാരായണത്തിന്റെ ആദ്യത്തെ അക്ഷരത നാരായണ അതല്ല, നാരായണീയത്തിലെ ശ്ലോകം ചൊല്ലുമ്പോ ആദ്യത്തെ സാന്ദ്രാനന്ദാവബോധാത്മകമനുപവിതം കാലദേശാവധിപ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർവാസ്യമാനം അസ്പഷ്ടം ദുഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവൽ വാദി സാക്ഷാൽ ഗുരുഭവനപുരേ ഹന്ത അവിടെ നിർത്തും. ഹന്ത അവിടെ നിർത്തണം. ഗുരുവായൂർ അമ്പലത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് വേണം പറയാൻ. ഗുരുവായൂർ അമ്പലത്തിൽ ഇങ്ങനെ ഒരു നിധിയെ കിട്ടിയത് നമ്മളൊക്കെ ഭാഗ്യം. നല്ലത് ഗുരുവായൂരപ്പനെ കാണുമ്പോൾ ഒരു ആനന്ദം ഉണ്ടാവും, കണ്ണിറയും. ആ നിറഞ്ഞ കണ്ണുകൾ എന്റെ ശരീരത്തിൽ കൂടി കണ്ണുനീർ ഇങ്ങനെ ഒഴുകുമ്പം രോഗത്തിന് തൈലമായിട്ട് ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ വ്യാസം വസിഷ്ഠനപ്താരം ശക്രേ പൗത്രം അകൽമഷം പരാശരാത്മജം വന്ദേ സുഗതാതം തപോനിധിം. കൃഷ്ണ, എല്ലാവർക്കും നമസ്കാരം. ഇത്തവണ എന്നോട് പറയാൻ പറഞ്ഞിട്ടുള്ള വിഷയം ഭക്തിയിൽ നിന്ന് കുറച്ച് വ്യതിചലിച്ച് ഭൗതികമായിട്ട് കുറച്ച് കണക്ട് ചെയ്തിട്ട് പറയണം എന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് യുവതി യുവാക്കളെ ലക്ഷ്യമിട്ട് അവരിന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കാരണം ഇന്നത്തെ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ, നാളത്തെ സിറ്റിസൺസ് ആണല്ലോ ഇന്നത്തെ കുട്ടികൾ. സോ അവര് നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ക്രോഡീകരിച്ച് 5 മിനിറ്റിനുള്ളിൽ പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതായാലും നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. ഞാൻ ഒരു സൈക്കോളജിസ്റ്റ് ആണ്, ബേസിക്കലി അറിയുമായിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോ മാനസിക സമ്മർദ്ദം നേരിടുന്ന കുട്ടികൾ എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കിയിട്ട് കുറച്ച് സംസാരിക്കാനായിരുന്നു പോലീസിന്റെ ഇവിടെ പോയിണ്ടായിരുന്നു. ആ സമയത്ത് കണ്ട ഒരു കാഴ്ചയാണ്, കുറച്ച് കഞ്ചാവ് പിടിച്ചിട്ടുണ്ടായിരുന്നു. കഞ്ചാവ് പിടിച്ചിരിക്കുന്നത് ഒരു യുവാവിന്റെ കയ്യിൽ നിന്നായിരുന്നു കഞ്ചാവ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. ആ യുവാവ് സത്യം പറയുകയാണെങ്കിൽ വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. ആ യുവാവിന്റെ അമ്മ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ബാങ്കിലെ മാനേജറാണ്. അതേമാതിരി ആ യുവാവിന്റെ അച്ഛൻ എന്ന് പറയുന്നത് പുറമെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണ്. ആളുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും ഞാൻ പറയുന്നില്ല. ആളെയാണ് പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. പിടിച്ചു കൊണ്ടുവന്നിരുന്നപ്പോ ഒരു ഫോൺ കോൾ വന്നു ആ കുട്ടിയുടെ ഫോണിലേക്ക്. പോലീസ് എടുക്കാൻ പറഞ്ഞപ്പോ ഇവൻ മടിച്ചു. കാരണം എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ചാവ് ചോദിച്ചിട്ട് ഈ കുട്ടിയോട് വിളിക്കുക ചെയ്യുന്നത്. അപ്പോ അത് പോലീസുകാരുടെ മുന്നിൽ വെച്ച് എടുക്കാൻ മടിച്ചു അവൻ. 2-3 തവണ പോലീസുകാർ പറഞ്ഞപ്പോ ഇവൻ ആ ഫോൺ കോൾ എടുത്തിട്ട് സാധനം എവിടെ കിട്ടും എന്നാ ചോദിച്ചത്. സാധനം എവിടെ കിട്ടും എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇപ്പൊ ഉള്ളത്, പോലീസുകാർ പറഞ്ഞു സ്ഥലം പറഞ്ഞു കൊടുക്കാൻ. സ്ഥലം പറഞ്ഞു കൊടുത്തപ്പോ എന്താ പറഞ്ഞതെന്നറിയോ? ഞാനിപ്പോ ഉള്ളത് പോലീസ് സ്റ്റേഷന്റെ മുന്നിലാണ്, വരാൻ പറഞ്ഞു. ഇയാള് ഒന്നും ആലോചിക്കണം. ആ കുട്ടി ഏതാണ്ട് ഒരു 25-26 വയസ്സ് പ്രായമുള്ള ആളാണ്. നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വെച്ച് പിടിച്ചു. പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലെത്തി ആദ്യം വിളിച്ചപ്പോ പറഞ്ഞു ഞാൻ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിലാണ്, SI അവിടേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. വിചാരിക്കില്ല ഈ കുട്ടി കൂളായിട്ട് SI അവിടെ കയറി വന്നു എന്നുള്ളതാ. കൂളായിട്ട് SI മുന്നിലേക്ക് കയറി വന്നു. SIക്ക് എവിടെയും പോകേണ്ടി വന്നില്ല, ആള് നമ്മളെ തേടി വരുന്നു എന്ന് പറയുന്ന അവസ്ഥയാ. ഇത്രത്തോളം ചിന്താശേഷി നഷ്ടപ്പെട്ടിരിക്കുക. ആലോചിച്ച് നോക്കണം. നമ്മുടെ കുട്ടികളാണ്. ഈ അമ്മയെ വിളിച്ചു, അമ്മയ്ക്ക് അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അമ്മമാര് ആണ് ഇവിടെ കൂടുതൽ, അതുകൊണ്ട് പറയുന്നതാണ്.
അമ്മമാരൊരിക്കലും തൻ്റെ മക്കള് ചെയ്യുന്ന തെറ്റ് അംഗീകരിക്കില്ല എന്നുള്ള ഒരു നേർസാക്ഷ്യം ഞാൻ അനുഭവിച്ചതാണ്. ഒരിക്കലും ആ കുട്ടിയുടെ അമ്മയ്ക്ക് അംഗീകരിക്കാൻ പറ്റില്ല. എൻ്റെ മകൻ ആവില്ല എന്ന് പറഞ്ഞ് തറപ്പിച്ചു നിന്നു. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോഴും പോലീസുകാർക്ക് അബദ്ധം പറ്റിയതാണ് എന്നുള്ള തരത്തിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആലോചിക്കണം, നമ്മുടെ തലമുറ അവന് കാശില്ലാത്തതിന്റെ കേടല്ല, പക്ഷെ മറ്റെന്തൊക്കെയോ തേടിപ്പോകുന്നു. കാരണം കൂടുതൽ യുവാക്കളും തേടിപ്പോകുന്നത് സുഖമാണ്. സുഖം എന്താണ് എന്നറിയാനുള്ള ഒരു ടെൻഡൻസി, അതിന്റെ പുറകിലാണ് കഞ്ചാവ് അല്ലെങ്കിൽ മദ്യപാനം, അതല്ലെങ്കിൽ സ്ത്രീ വിഷയം തമ്മിലുള്ള വിഷയങ്ങളൊക്കെ ഇതിലേക്ക് വരുന്നത്. സുഖം എന്താണ് എന്ന് കൂടുതൽ അനുഭവിക്കുന്ന ഒരു തലമുറയാണ് ഇന്നത്തെ നമ്മുടെ യുവാക്കൾ. മറ്റുള്ള തലമുറകളെ അപേക്ഷിച്ച് കൂടുതൽ സുഖം അനുഭവിക്കുന്നുണ്ട്. സുഖം എന്ന സെൻസിൽ ഞാൻ പറയുന്നത് പലതരത്തിലുള്ള കംഫർട്ടുകൾ അവർ കൂടുതലായിട്ട് അനുഭവിക്കുന്നുണ്ട്. ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഒരു സാധനം വേണമെന്നുണ്ടെങ്കിൽ കടയിൽ പോയി വാങ്ങിക്കേണ്ട കാര്യമില്ല, വളരെ പെട്ടെന്ന് അത് വരുന്നു. ഈ ലോകത്ത് എന്ത് നല്ലതോ മോശമോ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ സുഖപ്രദമായിട്ട് നിമിഷ നേരത്തിൽ നമ്മുടെ മുന്നിൽ വരുന്നു. അതുകൊണ്ട് സുഖം അനുഭവിക്കുന്ന തലമുറയാണ്. എന്നാൽ ഏറ്റവും അധികം സന്തോഷവും ആനന്ദവും അനുഭവിക്കുന്ന തലമുറയാണോ എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, അല്ല. സുഖം എന്നുള്ളതും സന്തോഷം എന്നുള്ളതും വളരെ വളരെ വ്യത്യസ്തമാണ്. സന്തോഷം അല്ലെങ്കിൽ ആനന്ദം ഇവർക്ക് കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അവർ കൂടുതലും സുഖമാണ്, കംഫർട്ടബിൾ എന്ന് പറഞ്ഞ് അതിന്റെ പുറകെ പോയിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ആനന്ദം എന്താണ് എന്നവരെ അനുഭവിക്കണം. ആ അനുഭവം അവർക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അത് പ്രദാനം ചെയ്യാനായിട്ട് നമ്മൾക്കാർക്കും സാധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് കൂടുതൽ യുവാക്കളും ഇതുപോലുള്ള നൈമിഷിക സുഖങ്ങളുടെ പുറകെ പോകുന്നത്. കാരണം ഒരുപാട് സ്ട്രെസ്സും അവർ അനുഭവിക്കുന്നുണ്ട്. ഇതേ സമയത്ത് സുഖം അനുഭവിക്കുമ്പോൾ തന്നെ ഒരുപാട് സ്ട്രെസ്സും അനുഭവിക്കുന്നുണ്ട്. മുമ്പില്ലാത്ത വിധം പല സ്ട്രെസ്സുകളും ഇപ്പോ കയറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടിന്റെ ഇടയിൽ പെട്ടിട്ട് അവർ പകച്ചു പോവാണ്, എന്താണ് ചെയ്യാൻ പറ്റുക എന്നാലോചിച്ചിട്ട്. അതുകൊണ്ടാണ് കൂടുതൽ യുവാക്കളും ഇന്നത്തെ കാലത്ത് നെഗറ്റീവ് ആയിട്ടുള്ള മാർഗങ്ങളിലേക്ക് പോവാനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ആൻഡ് ഇതിന് നേരെ ഒരു ഓപ്പോസിറ്റ് വശമുണ്ട്. മുമ്പില്ലാത്ത വിധം ഇന്ന് നമുക്ക് ഭജനയിൽ തിരക്ക് കാണാം. നന്ദഗോവിന്ദം പോലുള്ള ഭജനയില് വലിയൊരു ശതമാനം യുവാക്കള് ഇതിലേക്കും കടന്നു വരുന്നുണ്ട് എന്നൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം നമ്മളിവിടെ കാണണം. കാരണം ഒരുപാടധികം ദൂഷ്യവശങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് ഇന്നത്തെ യുവാക്കൾ. അതിന്ന് പലരും പാഠം പഠിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം മുമ്പില്ലാത്ത വിധം ഈ പറഞ്ഞ പോലെ ഭജനയിലും ഇതിലും ഒക്കെ കൂടുതൽ തിരക്ക്. നമുക്കറിയാം, ഒരു 10 കൊല്ലം മുന്നേ ഭജനയ്ക്ക് ഉണ്ടായിരുന്ന തിരക്കല്ല ഇന്ന് കൂടുതൽ ആളുകളിലേക്ക് അത് എത്തുന്നുണ്ട്. ഭഗവാൻ സംഗീത രൂപത്തിൽ വരുന്നതാവാം, ആയിരിക്കാം. അപ്പോ ഭഗവാൻ ഓരോ കാലത്തും അതിൻ്റെതായിട്ടുള്ള ഓരോ മാർഗങ്ങളുണ്ട്. ഇപ്പൊ കൂടുതൽ ആളുകളും ഇതിലേക്ക് കടന്നു വരുന്ന ഒരു കാഴ്ച നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇപ്പോഴും വലിയൊരു ശതമാനം യുവാക്കള് ഇതൊന്നും മനസ്സിലാക്കാതെ സുഖത്തിന്റെ പുറകെ മാത്രം പോകുന്ന ഒരു കാഴ്ചയുണ്ട്. അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ആ അമ്മ ഒരിക്കലും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ആ അച്ഛൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. സോ തീർച്ചയായിട്ടും നമ്മുടെ മക്കളിലേക്ക് കൂടുതൽ ശ്രദ്ധ നമ്മൾ കേന്ദ്രീകരിച്ചാൽ മാത്രമേ ഈ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് അതിജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനെ ഇതുപോലുള്ള ധാരാളം സത്സംഗങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനുള്ളത്. കുട്ടികളെയും അതേപോലെ തന്നെ യുവാക്കളെയും കൂടുതലായിട്ട് ഇതുപോലുള്ള സത്സംഗങ്ങളിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരിലുള്ള ദുഷ്വാസനകൾ കുറഞ്ഞു പോവുകയും നല്ല നല്ല വാസനകൾ ഏറി വരികയും ചെയ്യും. അപ്പോ അതിനായിട്ട് നമുക്ക് ഏവർക്കും പ്രയത്നിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ുണ്ടല്ലോ
ഒരു വട്ടം അമ്പാടി കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാടു കാര്യങ്ങൾ ചൊല്ലി നിൽക്കും. കൊതിയുള്ളതൊക്കെയും ചോദിച്ചു വാങ്ങും ഞാൻ ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കാൻ. ഒരു വട്ടം അമ്പാടി കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാടു കാര്യങ്ങൾ ചൊല്ലി നിൽക്കും. അവിടുന്നണഞ്ഞപ്പോൾ എന്തേ ഞാൻ മിണ്ടാതെ പറയേണ്ടതൊക്കെ മറന്നുപോയോ? തൊഴു കയ്യുമായി ഞാൻ നിന്നപ്പോൾ എൻ ചുണ്ടു കൊതിയോടെ കണ്ടാ വിളിച്ചു പോയി. ഒരു വട്ടം അമ്പാടി കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാടു കാര്യങ്ങൾ ചൊല്ലി നിൽക്കും. രോമാഞ്ചദീപ്തമെൻ ദേഹം വിറയ്ക്കുന്നു, വാക്കിടറുന്നു, വിയർത്തിടുന്നു. അപ്പോഴും എന്നുള്ളിൽ നിന്നുമുയരുന്ന കായനുൾ വിളി കേട്ടു ഞാനും. അരികത്തു വന്നെൻ്റെ ദേഹത്തു തൊട്ടപ്പോൾ അടിമൂടി വീണു ഞാൻ തൃപ്പാദത്തിൽ. അവിടെ കിടന്നു കൊണ്ടവിടുത്തെ കാൽത്തളിർ അടിയന്റെ മൂർധാവിൽ വെച്ചനും. ഒരു വട്ടം അമ്പാടി കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാടു കാര്യങ്ങൾ ചൊല്ലി നിൽക്കും. തുളസിപ്പൂഗന്ധം പരക്കുന്ന പാദത്തിൽ തുള്ളിക്കളിക്കും മനസ്സുമായി. നവരത്ന ശോഭിത പാദപത്മങ്ങളിൽ മുഖമങ്ങടച്ചു ഞാൻ മുത്തമിട്ടു. പട്ടിൻ്റെ തുമ്പിൽ പിടിച്ചു ഞാൻ മേൽപോട്ടു മുട്ടുകുത്തിക്കൊണ്ടുയർന്നു നിന്നു. പീതാംബരം പോലെ ചേതോഹരാങ്കനെ പ്രീതി പൂണ്ടേറ്റം പുണർന്നു നിന്നു. തിരുമാറിലണിയുന്ന മനമാലയാകുവാൻ തിരുമേനി ചേർന്നു ഞാൻ നിന്ന നേരം. അവിടുന്നു കൈപിടിച്ചെന്നെ അണച്ചപ്പോൾ ശ്രീവത്സമായി ഞാൻ ഒട്ടി നിന്നു. ഒരു വട്ടം അമ്പാടി കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാടു കാര്യങ്ങൾ ചൊല്ലി നിൽക്കും. കൊതിയുള്ളതൊക്കെയും ചോദിച്ചു വാങ്ങുന്ന ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കാൻ. തുണ്ടിപ്പഴച്ചുണ്ടിലൂറുന്ന പുഞ്ചേരി കണ്ടാലും ആശ തീരാ. സുന്ദരം നാസിക കർണങ്ങളും സർവവന്ദിതം ശ്രീമുഖം പാർത്തു ഞാനും. അളകങ്ങളിളകുന്ന തിരുനെറ്റിയിൽ തൊട്ടു പുളകിതയായി ഞാൻ നിന്നു പോയി. അവിടുന്നണിഞ്ഞൊരു ഹരിചന്ദനക്കൂറി അടിയന്റെ നെറ്റിയിലുമേറ്റു വാങ്ങി. ചീകിച്ചൂരുൾ മൂടി ചാത്തിയ പീലിയിൽ മാറിൽ പടർന്നു ഞാൻ തൊട്ടുവല്ലോ. അവിടെ ആ പീലി കണ്ണെന്നോടു ചോദിച്ചു, ആനന്ദം ഇങ്ങനെ വേറെയുണ്ടോ? ചെന്താമരദള നേത്രങ്ങളിൽ നോക്കി എന്താണു സൗന്ദര്യമെന്നറിഞ്ഞു. ചോദിക്കുകിൽ തരാം എന്തും ഞാൻ എന്നുള്ള ഭാവം ഭവാനെന്നിൽ കാട്ടിയല്ലോ.
എന്തു ഞാൻ ചൊല്ലേണ്ടു വേണ്ട എനിക്കൊന്നും എന്തായാലും കണ്ണനോളമില്ല. വിട്ടുപിരിയാതിരിക്കുവാൻ ഞാൻ വീണ്ടും കെട്ടിപ്പിടിക്കുന്നു തൃപ്പാദത്തിൽ. വിട്ടുപിരിയാതിരിക്കുവാൻ ഞാൻ വീണ്ടും കെട്ടിപ്പിടിക്കുന്നു തൃപ്പാദങ്ങൾ. വേണ്ടെനിക്കർത്ഥവും കാമവും മോക്ഷവും വേണ്ട സായുജ്യവും വേണ്ട കണ്ണാ. ഒരു നാളും തരി പോലും മാറാതെ കാൽക്കൽ ഞാൻ കഴിയട്ടെ മറ്റൊന്നും വേണ്ട കണ്ണാ. വേണ്ടെനിക്കർത്ഥവും കാമവും മോക്ഷവും വേണ്ട സായുജ്യവും വേണ്ട കണ്ണാ. ഒരു നാളും തരി പോലും മാറാതെ കാൽക്കൽ ഞാൻ കഴിയട്ടെ മറ്റൊന്നും വേണ്ട കണ്ണാ. ഒരു വട്ടം അമ്പാടി കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാടു കാര്യങ്ങൾ ചൊല്ലി നിൽക്കും. കൊതിയുള്ളതൊക്കെയും ചോദിച്ചു വാങ്ങും ഞാൻ ഇനിയുള്ള ജന്മങ്ങൾ ആസ്വദിക്കാൻ. ഒരു വട്ടം അമ്പാടി കണ്ണനെ കണ്ടാൽ ഞാൻ ഒരുപാടു കാര്യങ്ങൾ ചൊല്ലി നിൽക്കും. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. മുട്ടിലിഴയണ ഉണ്ണിക്കണ്ണ എന്നും മുട്ടാതെ നിന്നെ ഭജിച്ചിടുന്നേ. മുട്ടിലിഴയണ ഉണ്ണിക്കണ്ണ എന്നും മുട്ടാതെ നിന്നെ ഭജിച്ചിടുന്നേ. പുത്തനുടയാട നൽകിടാം ഞാൻ പൊന്നോട കുഴൽ നീ പാടുകില്ലേ. പൊന്നോട കുഴലിൽ നീ പാടുകില്ലേ. മുട്ടിലിഴയണ ഉണ്ണിക്കണ്ണ എന്നും മുട്ടാതെ നിന്നെ ഭജിച്ചിടുന്നേ. വെണ്ണക്കള്ളനെന്നു കേൾപ്പിക്കേണ്ട ആവോളം വെണ്ണ ഞാൻ വാരിത്തരാം. വെണ്ണക്കള്ളനെന്നു കേൾപ്പിക്കേണ്ട ആവോളം വെണ്ണ ഞാൻ വാരിത്തരാം. ആടയാഭരണങ്ങൾ ചാർത്തിത്തരാം. ആനന്ദ കണ്ണാ നീയോടിവായോ. ആനന്ദ കണ്ണാ നീയോടിവായോ. മുട്ടിലിഴയണ ഉണ്ണിക്കണ്ണ എന്നും മുട്ടാതെ നിന്നെ ഭജിച്ചിടുന്നേ. പാലയ്ക്കമാലയും ചാർത്തിത്തരാം. നല്ല പാൽപായസമേറെ വിളമ്പിത്തരാം. പാലയ്ക്കമാലയും ചാർത്തിത്തരാം. നല്ല പാൽപായസമേറെ വിളമ്പിത്തരാം. പുഞ്ചിരി പൊന്മുഖം കാട്ടി മടങ്ങാതെ മായക്കണ്ണാ എൻ്റെ മുന്നിൽ വായോ. മായക്കണ്ണാ എൻ്റെ മുന്നിൽ വായോ. കണ്ണാ കണ്ണാ ഗുരുവായൂരപ്പ. കണ്ണാ കണ്ണാ ഗുരുവായൂരപ്പ. കണ്ണാ
കണ്ണ ഗുരുവായൂരപ്പ ഗുരുവായൂർ വാഴും പൊന്നുണ്ണി കണ്ണ ഗുരുവായൂർ വാഴും പൊന്നുണ്ണി കണ്ണ. എൻ്റെ മുമ്പിൽ തിരുനാളയിൽ വന്ന് പാടാൻ ഒരു അവസരം കിട്ടിയത് ഭാഗ്യമായിട്ട് കരുതുന്നു. ഭഗവാന്റെ തൃപ്പാദങ്ങൾ ഞാൻ സമർപ്പിക്കുകയും ചെയ്യുന്നു. വാതാലയേശൗരി മേൽപ്പത്തൂരല്ലോ ഞാൻ വാദാതിരോഗം നീക്കി കാത്തിടണേ കൃഷ്ണ. നാരായണീയം നിത്യം നാവിന്മേലെണ്ണുന്നു ഞാൻ നാരായണീയം നിത്യം നാവിന്മേലെണ്ണുന്നു ഞാൻ. പാദാരവിന്ദം നൽകും ആയുരാരോഗ്യ സൗഖ്യം വാതാലയേശ ശൗരേ മേൽപ്പത്തൂരല്ലോ ഞാൻ വാദാതിരോഗം നീക്കി കാത്തിടണേ കൃഷ്ണ. 1000 കൈകൾ വേണോ ആരാധയ്ക്കെന്നൻ കണ്ണ താമസം പിന്നിന്നെന്തേ താപമാറ്റാൻ. 1000 കൈകൾ വേണോ ആരാധനയ്ക്കൻ കണ്ണ താമസം പിന്നിന്നെന്തേ താപമാറ്റാൻ. ആകാശവർണ്ണ കണ്ണ ആനന്ദശീലാബാല ആവതില്ലല്ലോ നിന്നെ അനുസരിക്കാനല്ലാതെ. വാതാലയേശ ശൗരേ മേൽപ്പത്തൂരല്ലോ ഞാൻ വാദാതിരോഗം നീക്കി കാത്തിടണേ കൃഷ്ണ. എൻ്റെ പേര് ജ്യോതിലക്ഷ്മി. ഞാൻ പട്ടാമ്പിയിൽ നിന്നാണ് വരുന്നത്. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൈതൊഴുന്നേ. അഞ്ജന ശ്രീധര ചാരുമൂർത്തേ കൃഷ്ണ അഞ്ജലി കൂപ്പി വണങ്ങിടുന്നേ കൃഷ്ണ. ആനന്ദലങ്കാര വാസുദേവ കൃഷ്ണ ആതങ്കമെല്ലാം അകറ്റിടണേ കൃഷ്ണ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൈതൊഴുന്നേ. അമ്മയെ കളിപ്പിക്കാൻ തെന്മാടി വേഷം കെട്ടും അമ്പാടി കണ്ണനുണ്ണി നീയല്ലയോ കൃഷ്ണ നീയല്ലയോ. ജീവിതമാം വൃന്ദാവനിയിൽ പൂവുകളാം ഞങ്ങൾ നിന്നോട് ചേവടിയിൽ പൂജയ്ക്കായി ഭജിച്ചിടുന്നു. ഹൃദയത്തിൻ കാളിന്തിയിൽ കഥനത്തിൻ കാളിയ സർപ്പം ഹൃദയത്തിൻ കാളിന്തിയിൽ കഥനത്തിൻ കാളിയ സർപ്പം പുളയുമ്പോഴും നീ കണ്ണ തുണച്ചിടേണം കണ്ണ തുണച്ചിടേണം. അമ്മയെ കളിപ്പിക്കാൻ തെമ്മാടി വേഷം കെട്ടും അമ്പാടി കണ്ണനുണ്ണി നീയല്ലയോ കൃഷ്ണ നീയല്ലയോ. പൂരം തന്നിൽ അമരുന്ന ഭഗവാനെ തവ തിരുകഴലിള നമിച്ചിടുന്നേ എന്നഹം. ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ 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 ശ്രീകൃഷ്ണ. ബ്രഹ്മകൽപ്പം കഴിഞ്ഞേ ശൂലസുന്ദിയാമൂവിൽ ഗുരുവായൂർ കാവൽപാദം ഏറ്റതാൽ സുപ്രസിദ്ധം. ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ
കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ശ്രീകൃഷ്ണ നിന്നുടെ ബാല്യഭാവം നിൻ കൃഷരൂപം നിന്യം എൻ മനതാരിൽ നിത്യം നിത്യം പൂക്കുന്നീ സൗഗന്ധികം ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ 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 ശ്രീകൃഷ്ണ നിന്നോടക്കുഴനാദം കണ്ണരിന്ദ്ര പീയൂഷം നിൻരൂപ സൗഭാരം നിൻ മനസ്സിൽ മംഗല്യം ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണ 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 ശ്രീകൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ നമ്മുടെ കൃഷ്ണാർപ്പണം 7 വളരെ ലളിതമെങ്കിലും വളരെ ഭംഗിയായിട്ട് നമ്മുടെ പര്യവസാനിക്കുകയാണ്. വലിയ പരിപാടികളൊന്നുമില്ല, ഒരു ചെറിയ ഓഡിറ്റോറിയം, സ്റ്റേജോ കാര്യങ്ങളോ ഒന്നുമില്ല, ഒരു ഡയസ് മാത്രം. ഓണം അങ്ങനെയല്ല, ഓണപരിപാടി കുറച്ചുകൂടി വിപുലമായിട്ട് കഴിക്കണം. നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്, എല്ലാവർക്കും അറിയാലോ. നമ്മളെ പരിപാടി ഭംഗിയാവണമെങ്കിൽ എല്ലാവരുടെയും പ്രാതിനിധ്യം കൂടുതൽ വേണം, എങ്കിലേ പരിപാടികൾ കൂടുതൽ വേണം. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പോലെ തന്നെ ചെയ്യണം. ഇതൊക്കെയാണ് മനസ്സിലുള്ള പ്ലാനുകൾ. അതിന് എല്ലാവരുടെയും പങ്കാളിത്തം വളരെ നിർബന്ധമാണ്. ചടങ്ങ് എൻ്റെ ചുമതല നന്ദിയാണ്. നന്ദി ആരോടാ പറയേണ്ടതെന്ന് അറിയില്ല. അപ്പം നന്ദിയിലേക്ക് കിടക്കാം. ചെറുത് ആണെങ്കിലും നമുക്ക് നന്ദി പറയേണ്ടവരോട് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. അത് ഏതൊരു ചടങ്ങിൻ്റെയും അവിഭാജ്യ ഘടകമാണ് നന്ദി. അത് നമ്മുടെ ഇന്നത്തെ ചടങ്ങിൻ്റെ ആദ്യ നന്ദി നമ്മുടെ ചെയർമാൻ ഇതിൻ്റെ ജയരാമേട്ടനോടുള്ളതാണ്. ജയരാമേട്ടൻ ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നന്ദിക്ക് ഒരു ആവശ്യമില്ല, എങ്കിലും നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പം ഞങ്ങളെല്ലാവരും, നമ്മളെല്ലാം തന്നെ കൂടുതൽ ആൾക്കാരും ജില്ലയ്ക്ക് പുറത്തുള്ള ആളുകളാണ്. ഞാൻ കോഴിക്കോടാണ്. പിന്നെ ഇവിടെ എന്തൊരു കാര്യം നടത്തണമെങ്കിലും ഈ ഗുരുവായൂർ ബേസ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും ചെയ്യാനും പറ്റുള്ളൂ. വളരെ ഒരു ചെറുപ്പക്കാരൻ്റെ പാടവത്തോടെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കൂടി നടന്ന് ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ കോർഡിനേറ്റ് ചെയ്യുന്നത് ഒന്ന് ജയരാമേട്ടനാണ്. അവരുടെ സെക്രട്ടറി ആയിരുന്നു എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്തിരുന്നത്. കൃഷ്ണാർപ്പണം 6 മുതൽക്ക് സെക്രട്ടറി കുറച്ച് ചിറ്റിത്തിരിച്ചിൽ കൂടുതലാണ്. അത് സ്വാഭാവികമാണ്, കാരണം ഓരോ വ്യക്തികൾക്കും ഓരോ സമയത്തും കുറച്ച് പ്രയാസങ്ങൾ വരും. അതിൽ ഏറ്റവും ഒരു പ്രയാസം കടന്നു പോയ ഒരാളാണ് ഞാൻ. എങ്കിലും ആ സമയത്ത് പഴയ പോലെ അത്രയും ആക്റ്റീവ് ആവാൻ സാധിക്കാതെ വന്നതിൻ്റെ കൂടെ ചെയർമാൻ മേക്കപ്പ് ചെയ്തുകൊണ്ടാണ് ഈ പരിപാടിയൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ നന്ദി ജയരാമേട്ടനുള്ളതാണ്. ജയരാമേട്ടനെ ഈ നന്ദനത്തിൻ്റെ പേരിൽ, ഔപചാരികതയുടെ പേരിൽ മാത്രം നന്ദി അറിയിക്കട്ടെ. പിന്നെ നന്ദി കേൾക്കേണ്ട ആളുകൂടെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ സാന്നിധ്യം കൊണ്ടും വാക്കുകൾ കൊണ്ടും ഈ വേദി, ഈ സദസ്സ് ധന്യമാക്കിയ പൂജ്യ കൃഷ്ണാനന്ദ സരസ്വതി സ്വാമികളെ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ശരിക്കും പറഞ്ഞാൽ കുറച്ച് സമയമാണെങ്കിൽ പോലും നമുക്കിവിടെ പരമാവധി നമ്മുടെ ഉദ്ദേശിച്ച സമയത്തിൻ്റെ ഇരട്ടി സമയം അദ്ദേഹം എടുത്തെങ്കിൽ പോലും നമുക്ക് വളരെ കുറച്ചായിട്ടാണ് തോന്നുന്നത്. എങ്കിലും അദ്ദേഹം ഇവിടെ വന്നു, വളരെ ഭംഗിയായിട്ട് ഇന്നത്തെ നമ്മുടെ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുത്ത് വേണ്ടതെല്ലാം ചെയ്തു തന്നു. അദ്ദേഹത്തിന് നന്ദനത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കട്ടെ. അടുത്തത് സെക്രട്ടറിയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ പ്രയാസങ്ങൾക്കിടയിലൊക്കെ തന്നെ സെക്രട്ടറി ഇവിടുത്തെ നമ്മുടെ നന്ദനത്തിൻ്റെ കാര്യങ്ങളെല്ലാം വേണ്ട വിധം ശ്രദ്ധിച്ച് ചെയ്യുന്ന ആളുകൾ. ഞങ്ങളൊക്കെ ദൂരത്തുനിന്ന്, അദ്ദേഹം തൃശ്ശൂരാണ്, കുറച്ചുകൂടി അടുത്താണ്, തൃശ്ശൂരെല്ലാം കേച്ചേരിയാണ്. ഞങ്ങളൊക്കെ വാക്കുകൾ കൊണ്ട് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയതേ ഉള്ളൂ. പ്രാവർത്തികമാക്കാൻ ഇവരൊക്കെ തന്നെ വേണം. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്ന സെക്രട്ടറി, സ്വാഗതം ആശംസിച്ച സെക്രട്ടറി സജീവ് കേച്ചേരി നന്ദനത്തിൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഇവിടെ ഇന്ന് പങ്കെടുത്ത ആളുകളെ, വ്യക്തികളെ ഓരോരുത്തരുടെ പേര് പറയുന്നില്ല. പിന്നെ പ്രഭാഷണം 5 മിനിറ്റ് ആണെങ്കിലും വളരെ ഭംഗിയായിട്ട് ചെയ്തു തന്ന പ്രഭാഷണം ചെയ്തു തന്ന കിരൺജി, പിന്നെ നമ്മുടെ പ്രാർത്ഥന ആലപിച്ച ശ്യാമളൻജി, ഇവിടെ കീർത്തനം ആലപിച്ച എല്ലാവരും, പിന്നെ മയിൽപ്പീരിയുടെ മാനം കാത്ത
സുമേഷ്, പ്രമോദ്. അപ്പോൾ ഞങ്ങള് ഇവിടെ ആകെ മൈപ്പിലിന്റെ അഡ്രസ്സേ ഇല്ലാതിരിക്കുന്ന സമയത്ത് അതിന്റെ പേരിൽ ഒരാളെങ്കിലും ഇവിടെ നിന്ന് സംഗതി ചെയ്തു തന്നല്ലോ, വളരെ സന്തോഷം. പിന്നെ എല്ലാം കൊണ്ടും പിന്നെ ഗ്രൂപ്പിന്റെ കാര്യമായിട്ട് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ എപ്പോഴും ഞങ്ങൾ പറയാറുള്ളതാണ്, ഗ്രൂപ്പിനെ സജീവമാക്കി നിലനിർത്തുന്ന അഡ്മിൻസ്, അതായത് ഉമേജി, രേഖാജി, ഗീതാജി, പിന്നെ ഹേമംജി, പിന്നെ ഇന്ദിരജി, എല്ലാ ആളുകളും ഇന്നിവിടെ എത്തിപ്പെടാൻ പറ്റാത്ത ഒരു പ്രമുഖ വ്യക്തിയുണ്ട്, നമ്മുടെ രക്ഷാധികാരി എത്തിയില്ല, പിന്നെ ഗംഗാനട്ടൻ മുല്ലപ്പള്ളി, മൂപ്പര് ഇന്ന് സാഹചര്യം കൊണ്ട് ഇവിടെ എത്താൻ പറ്റാത്തതുകൊണ്ടാണ്, ഉണ്ടെങ്കിൽ അദ്ദേഹം ഇവിടെ സജീവമായിട്ട് ഉണ്ടാവുമായിരുന്നു. പിന്നെ ജയകൃഷ്ണൻ ജി, വിജയൻ നൽകൂര് തോന്നലും, എല്ലാവരും, ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല, എല്ലാവരും നമുക്ക് ഒരാളെ പറഞ്ഞില്ലതല്ല, എല്ലാവരും ഇന്ന് പങ്കാളിത്തം കൊണ്ട് എല്ലാവരും വളരെ ഭംഗിയാക്കിയ ഒരു ചടങ്ങാണെന്ന് ഉപയോഗിച്ചായിരുന്നു അലവ കൊണ്ടുവന്നത് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സ്പെഷ്യൽ ഒരു മധുരം കൊണ്ടുവന്ന എല്ലാവർക്കും അത് അപ്പൊ അതുകൊണ്ട് സംഗതി എല്ലാവരും ഭംഗിയായി അവസാനിക്കുന്നു. നമ്മുടെ സമയം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ടീച്ചർ വളരെ ഭംഗിയായിട്ട് അക്ഷരസ്ഫുടത എടുത്ത് വളരെ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റിയ ഇതിനകത്ത് ചെയ്തു തന്ന ആള്. എല്ലാവരും നന്ദി പറയുന്നു. നമസ്കാരം.